കൃഷ്ണ പല്ലവി, രചന കുഞ്ഞി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവളുടെ കയ്യിൽ നീറ്റലറിഞ്ഞ പോലെ അവൻ പതിയെ ഊതിക്കൊടുത്തു. അവന്റെ ശ്വാസം കയ്യിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇന്നുവരെ തോന്നാത്തൊരു പതർച്ച, ആ ശ്വാസം, അതിൻ്റെ ചൂട്, അതിലലിഞ്ഞു ചേരാൻ തോന്നി അവൾക്ക്. അവൾ കണ്ണുകൾ തുറന്ന് യാദവിനെ നോക്കി. അവൻ അവളിൽ ശ്രദ്ധയോടെ മരുന്ന് വെക്കുകയാണ്, അവൾക്ക് നോവാതെ. അവൾക്ക് നോവുന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ മുഖമാണ് ചുളിയുന്നത്. പല്ലവി കൗതുകത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അത് തനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ പല്ലവിക്ക് സന്തോഷം തോന്നി. ഇന്നലെ ആശുപത്രിയിൽ കിടന്നപ്പോൾ തൻ്റെ അവസ്ഥ കണ്ട കണ്ണുകൾ നിറഞ്ഞത്, അത് താൻ കാണാതെ ഒളിച്ചു വയ്ക്കാൻ നോക്കിയത് എല്ലാം അവൾ ഓർത്തു. അവളൊന്ന് ചിരിച്ചു. ഈ മനുഷ്യൻ എന്തൊരു കെയറിംഗ് ആണ്. കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട അമ്മയെ അച്ഛൻ ഇതുപോലെയാണ് നോക്കിക്കൊണ്ട് നടന്നത്, കൊച്ചുകുട്ടികളെ നോക്കും പോലെ. അമ്മയുടെ മരുന്നുകളുടെ സമയവും അളവുമെല്ലാം അച്ഛന് മനഃപ്പാടമായിരുന്നു. അമ്മയ്ക്ക് വേദന വരുമ്പോൾ അച്ഛൻ്റെ മുഖത്തായിരുന്നു അതിൻ്റെ വേദന തനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അച്ഛൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നപ്പോൾ അമ്മ ചിരിയോട് അച്ഛനെ സമാധാനിപ്പിക്കുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിലെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. തനിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തന്നെ ശുശ്രൂഷിക്കുന്ന കണ്ണേട്ടനെ പോലെ ഒരാളെയല്ലേ താൻ ആഗ്രഹിച്ച്. അദ്ദേഹത്തെ തന്നെയല്ലേ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടി കണ്ടുവച്ചത്. കണ്ണേട്ടൻ തന്നെ പരിചരിക്കുന്ന കാണുമ്പോൾ അച്ഛൻ അമ്മ ഇത്രയും നന്നായി നോക്കിയിരുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു. ഈ സ്നേഹം അനുഭവിച്ചപ്പോൾ വല്ലാതെ താൻ സ്വാർത്ഥയായി പോകുന്നു. ആ സ്നേഹം ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ കൊതിച്ചു പോകുന്നു. മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞ് അവൻ അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി. കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ഒരു പിടച്ചിൽ അവളുടെ കണ്ണുകൾക്ക് സംഭവിച്ച് കണ്ട് അവൻ്റെ ചുണ്ടിലെ ഒരു കള്ളച്ചിരി ഒളിച്ചു. വേദനിച്ചോ? അവൾ വിലങ്ങനെ തലയാട്ടി. മണിക്കുട്ടി, ഇവളുടെ കാൽമുട്ടിലൊരു മുറിവുണ്ട്, അതിലൊന്നും മരുന്ന് വെച്ച് കൊടുക്ക്. അയ്യോ ഏട്ടാ, എനിക്ക് പേടിയാ, ചേച്ചിക്ക് വേദനിക്കും, ചേട്ടൻ തന്നെ വെച്ചാ മതി. അവൻ മണിക്കുട്ടിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ദോ എന്നെ വിളിച്ചോ, ഞാതേ വരണു. കേൾക്കാത്ത ശബ്ദത്തിന് വിളിയേറ്റുകൊണ്ട് മണിക്കുട്ടി അവിടെ നിന്ന് മുങ്ങി. അത് കണ്ട് പല്ലവിക്ക് ചിരി പൊട്ടി. പക്ഷെ അവൾ ചിരിച്ചില്ല. മുന്നിലിരിക്കുന്ന യാദവ് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ചിരിച്ചാൽ തലോടിയ കൈകൊണ്ട് ചിലപ്പോൾ തല്ലാനും മടിക്കില്ല. യാദവ് ദയനീയമായി പല്ലവിയെ നോക്കി. എന്നെ നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ കൈ രണ്ടും വയ്യ. അവൾ കൈമലർത്തി. യാദവ് തലതാഴ്ത്തി അവൾ കാണാതെ ഒന്ന് കണ്ണടച്ച് നിശ്വസിച്ചു. അവനാകെ വെപ്രാളം തോന്നി. വേണ്ടാത്തൊന്നും കാണിച്ചേക്കല്ലേ, നിന്റെയാണെന്ന് കരുതി ഓവറാക്കരുത്. അവൻ്റെ മനസ്സ് അവനോട് തന്നെ ശാസനയോടെ പറഞ്ഞു. പട്ടി, ഞാൻ അത്രയ്ക്ക് ചീപ്പല്ല. ഓവ്വ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? ഹോ, മനസ്സാണത്ര മനസ്സ്, കാലുവാരി. അവൻ അവളെ നോക്കിയിട്ട് അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ച്. അവൻ്റെ മുഖഭാവം കണ്ട് പല്ലവിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ മേൽച്ചുണ്ടുള്ളിലേക്ക് മടക്കി ചിരി പിടിച്ചു നിർത്തി. അവൻ മെല്ലെ അവളുടെ സ്കേർട്ട് മുകളിലേക്ക് ഉയർത്തി. മുന്നിൽ മറനീക്കി വരുന്ന അവളുടെ വെളുത്ത നേർത്ത കാലുകൾ കണ്ട് ശ്വാസം വിലങ്ങുന്ന പോലെ. കണങ്കാലിൽ പറ്റി പിടിച്ച് കിടക്കുന്ന സ്വർണ്ണക്കുലസ് ആ കാലുകളുടെ ഭംഗി കൂട്ടുന്ന പോലെ. അവൻ മുട്ടിന് മുകളിൽ മുറിവിൻ്റെ മുകളിലായി പാവാട കയറ്റി വെച്ചു. അവനിൽ അവന് വിശ്വാസമില്ലായിരുന്നുവെങ്കിലും പല്ലവിക്ക് അവളേക്കാൾ വിശ്വാസം അവനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അവൻ അവളുടെ കാലിലെ പഴയ കെട്ടഴിച്ച് പഞ്ഞി കൊണ്ട് പതിയെ മരുന്ന് വെച്ചുകൊണ്ട് മുറിവിലേക്ക് ഊതി. അവൾക്ക് വേദനിക്കാതിരിക്കാനാണ് ഊതിയതെങ്കിലും അവൾക്ക് ആ സമയം നെഞ്ചിൽ നിന്ന് അടിവയറ്റിലേക്ക് ഒരു മിന്നൽ കടന്നുപോയ പോലെ തോന്നി. അവൾ കാല് പിന്നോട്ട് വലിച്ചതും അവൻ അവളുടെ കാൽപാദത്തിൽ പിടിച്ചു നിർത്തി. വല്ലാത്തൊരു വിറയൽ ശരീരത്തിലൂടെ കടന്നുപോയി. അവൾക്ക് അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. പ്രശ്നം അവനിലല്ലായിരുന്നു, അവളിലെ മാറ്റമാണ് അവളെ പിടിച്ചുലച്ചത്. അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ വേഗം മുറിവ് മരുന്ന് വെച്ച് കെട്ടി. അവളുടെ സ്കേർട്ട് താഴ്ത്തി അവൻ അവളുടെ കാൽ നിലത്തേക്ക് മാറ്റിവെച്ച് വേഗം അവിടെ നിന്ന് എണീറ്റു. അവളുടെ തലയിൽ കളിയായി കൂട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. വാതിലടച്ച് ചാരി നിന്ന് അവൻ നെഞ്ചിൽ കൈവച്ചോ നിശ്വസിച്ചു. റൂമിൽ പല്ലവി അതേ അവസ്ഥയിൽ നെഞ്ചിൽ കൈവച്ച് നിശ്വസിച്ചു. സിദ്ധാർത്ഥ് രാവിലെ തന്നെ ഐഡിയയിലെത്തി. പല്ലവിയെ കാണുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. അവൻ എൻട്രൻസിൽ തന്നെ ഇട്ടിരിക്കുന്ന ചെയറിലിരുന്നു. സ്റ്റുഡൻസ് എല്ലാം മാറി മാറിപ്പോയിട്ടും അവളുടെ മുഖം മാത്രം അവൻ കണ്ടില്ല. അവൻ എൻട്രൻസിലെ സ്റ്റാഫിനരികിലേക്ക് ചെന്ന് പല്ലവിയുടെ അഡ്രസ്സ് ചോദിച്ചെങ്കിലും അവരൊന്നും വിട്ടു പറഞ്ഞില്ല. ദേഷ്യം കൊണ്ട് മുഷ്ടിയുരുട്ടി അവൻ അവൻ്റെ ID കാർഡ് എടുത്ത് അവർക്ക് നേരെ കാണിച്ചു. മുന്നിൽ നിൽക്കുന്ന ആൾ ACP ആണെന്നറിഞ്ഞ് അവർ ബഹുമാനത്തോടെ നിന്നു. എങ്കിലും അവരുടെ അഡ്രസ്സ് പേഴ്സണലാണെന്നും രഘുവിൻ്റെ അനുവാദമില്ലാതെ ആർക്കും കൊടുക്കരുതെന്നും അവർ പറഞ്ഞു. ഷിറ്റ് ബ്ലഡി, അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു. അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കേട്ട് സ്റ്റാഫ് മുഖം ചുളിച്ചു അറപ്പോടെ.
അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞടന്നു. അവൻ കുറച്ചു നേരം കൂടി അവിടെ നിന്നു. കയ്യിൽ കിട്ടിയിട്ട് അവളെ പിടിക്കാൻ കഴിയാത്തതിന്റെ ദേഷ്യം അവനിൽ നിറഞ്ഞു. അവൻ ഫോണിൽ അവിടെ ഫോട്ടോ എടുത്ത് ഓപ്പൺ ചെയ്തു. അതിൽ തെളിഞ്ഞു വന്ന പല്ലവിയുടെ മുഖത്തിലൂടെയും ശരീരത്തിലൂടെയും അവൻ വിരലോടിച്ചു. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ പോലും കടിച്ച് കുടയാൻ തോന്നുക. കത്തുന്ന സൗന്ദര്യമുള്ളവൾ. നീ എവിടെ പോയാലും ഈ സിദ്ധാർത്ഥിന്റെ കാലിന്റെ അടിയിൽ നീ വരും. നിന്നെ മുഴുവനായി തിന്നു മുമ്പ് എനിക്ക് നിന്നെ കൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. അവൻ അവളുടെ ചിത്രത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ കാണാത്തിൽ അവന് വീണ്ടും ദേഷ്യം വന്നു. ഏയ് 1 മിനിറ്റ്. മുന്നിലൂടെ പോകുന്ന ഒരു പെൺകുട്ടി അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. വിളികേട്ട് മീര അവനെ തിരിഞ്ഞു നോക്കി. ഉറച്ച ശരീരവും പേശികളും ക്ലീൻ ഷേവ് താടിയും പിരിച്ചു വെച്ച മീശയുമുള്ള സിദ്ധാർത്ഥിനെ കണ്ട് മീര ഒരു നിമിഷം കൊതിയോടെ നോക്കി. ഒരു പെണ്ണിൽ തോന്നാവുന്ന എല്ലാ വികാരങ്ങളും അവന്റെ സൗന്ദര്യത്തിൽ അവന്റെ ശരീരത്തോട് അവൾക്ക് തോന്നി. മറ്റൊന്നും ആലോചിക്കാതെ വശ്യമായ ചിരിയോടെ അവൾ അവനരിയിലേക്ക് നടന്നു. തനിക്ക് മുന്നിലേക്ക് നടന്നു വരുന്ന പെണ്ണിനെ അവനും വശ്യതയോടെ നോക്കി. അവളുടെ നടത്തത്തിലും വസ്ത്രരീതിയിലും അവളുടെ അങ്കലാവണ്യം എടുത്തു കാണിക്കുന്ന രീതിയിലായിരുന്നു. അവന്റെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞു നോക്കി ആസ്വദിച്ചു കൊണ്ടിരുന്നു. വാട്ട്? അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വശ്യമായി ചോദിച്ചു. ഡു യു നോ ഹെർ? അവൾക്ക് നേരെ ഫോൺ നീട്ടി കണ്ണുകൾ കൊണ്ട് അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും ഫോണിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കൂർത്തു. നെറ്റി ചുളിഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. പല്ലവി തനിക്ക് എങ്ങനെ അറിയാം? ഓ, അപ്പൊ അവള് ഫേമസ് ആണല്ലേ? അത് കേട്ട് മീരയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. എവിടെ നോക്കിയാലും അവളാണല്ലോ. ദയവായാലും ഇപ്പതാ ഇങ്ങനെ ഒരുത്തനായാലും. അവൾക്ക് പല്ലവിയെക്കുറിച്ച് ഓർത്ത് ദേഷ്യം വന്നിരുന്നു. അസൂയയും കൂടെ തോന്നി. പല്ലവിയുടെ താമസം അവിടെ ആരാ? അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നതാ. അത് കേട്ടപ്പോൾ മീരയ്ക്ക് ഒരേ സമയം സന്തോഷവും നിരാശയും തോന്നി. എങ്കിലും മാരണം ഒഴിഞ്ഞു പോവാണല്ലോ. സമാധാനം. ഇനി ദേവ് അവനെനിക്ക് മാത്രമായി കിട്ടുമല്ലോ. എന്നിട്ടും തനിക്കറിയില്ലേ അവൾ എവിടെയാണെന്ന്? ആക്ച്വലി അവളെന്നോട് പിണങ്ങിപ്പോന്നാ. ഓ, ഒളിച്ചോട്ടം. നിങ്ങളിനി ഒട്ടും വൈകിക്കണ്ട. അവളിവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്. അല്ലെങ്കിൽ തനിക്ക് അവളെ കിട്ടിയെന്ന് വരില്ല. അവൾ പലരായിട്ട് ഇവിടെ കിടന്ന് ചുറ്റിക്കളിയാ. ഇവിടെ നിൽക്കാൻ അവൾക്ക് സുഖം പിടിച്ചു പോയി കാണും. മീര പറയുന്ന കേട്ട് സിദ്ധാർത്ഥ ദേഷ്യം കൊണ്ട് മുഷ്ടിയിലുട്ടി. അവളിപ്പോ എവിടെയാ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ മുഖത്തെ പല്ലവിയോടുള്ള ദേഷ്യം കണ്ട് മീരയ്ക്ക് സന്തോഷം തോന്നി. പല്ലവിയുടെ ദാമ്പത്യ ജീവിതം തകർത്തല്ലോ എന്നോർത്തു. അവളിപ്പോ ഇവിടുത്തെ എല്ലാവരുടെയും ഡ്രീം ബോയ് യാദവ് കൃഷ്ണയുടെ കൂടെയാ. അവന്റെ വീട്ടിലെ താമസം. യാദവ് കൃഷ്ണ? സിദ്ധാർത്ഥ ആ പേര് തന്നെ അല്പനേരം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. എവിടെയോ കേട്ട് മറന്ന പോലെ. ആ പിന്നെ ഇപ്പൊ അവൾക്ക് എന്താ ആക്സിഡന്റ് പറ്റിയിരിക്കുക. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ നിഗൂഢമായൊരു ചിരിയായിരുന്നു. എനിക്ക് അവന്റെ അഡ്രസ്സ് വേണം. അവളെ കൊണ്ടുപോകുന്ന ഉറപ്പല്ലേ? ജാമീൻ ഷുവ. മീര സന്തോഷത്തോടെ നന്ദനത്തിലേക്കുള്ള വഴി ഉൾപ്പെടെ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. ഓക്കെ, താങ്ക്സ്. അവനവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അവളുടെ ദേഹം അവനിലേക്ക് ചേർത്ത് വെച്ചു. അവൾ അവന്റെ മുതയിലൂടെ വിരലോടിച്ചു. സംതൃപ്തിയോടെ രണ്ടുപേരും അകന്നു മാറി. അവൻ തിരിഞ്ഞടക്കുമ്പോൾ പല്ലവിനി തൻ്റെ യാദവിൻ്റെ ഇടയിലില്ല എന്ന സന്തോഷത്തിലായിരുന്നു മീര. പല്ലവിയും മണിക്കുട്ടിയും കാടലിലെ സിംഗ് ചേലിരുന്ന് കലവിലെ സംസാരത്തിലാണ്. പല്ലവിയുടെ മടിയിൽ വെളുത്ത ചെമ്പകപ്പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. ലൂസി കാടിലൂടെ നടക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കിടെ ചെമ്പകപ്പൂക്കൾ കയ്യിലെടുത്ത് കണ്ണുകൾ അടച്ച് അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നുണ്ട്. കണ്ണുകൾ തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആദ്യം പതിയുന്നത് വീട്ടിലെ ഓപ്പൺ ബാൽക്കണിയിലെ ചെയറിലിരിക്കുന്ന യാദവിലേക്കാണ്. അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. പൂക്കൾ മുഖത്തോട് അടുപ്പിക്കുമ്പോൾ അവൾ അറിയാതെ അവൻ ഫോണിൽ ആ ദൃശ്യം മനോഹരമായി പകർത്തിയിരുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കും തോറും അവനിൽ അവൾക്കായി ഒരു ചിരി വിരിയും. പ്രണയത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെയുള്ള നിറഞ്ഞ പുഞ്ചിരി. ഇങ്ങേരിത് ആരെ നോക്കിയാ ചിരിക്കുന്നത്? ആരോടായിരിക്കും ഫോണിൽ ചിരിയോടെ ചാറ്റ് ചെയ്യുന്നത്? എന്നെ ഒന്ന് നോക്കി ചിരിച്ചുകൂടി ഇങ്ങേർക്ക്? അവന്റെ ഫോണിൽ നോക്കിയുള്ള ഇരിപ്പണ്ട് പല്ലവി പിറുപിറുത്തു. അസൂയ, വെറും അസൂയ. അവന്റെ ചുണ്ടിൽ വിരിയുന്ന ചിരി കാണും തോറും പല്ലവിക്ക് അവനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മണിക്കുട്ടി അവളുടെ നോട്ടം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളെ അത് പറഞ്ഞ് കളിയാക്കാനോ ശല്യപ്പെടുത്താനോ അവൾ പോയില്ല. ഏട്ടന് പല്ലവിയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൽ അവൾ സന്തോഷിച്ചിരുന്നു. അബിയെ ഓർമ്മ വന്നപ്പോൾ അവൾ ഫോണെടുത്ത് നവി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഹലോ നവി. മറുവശത്ത് കോൾ കണക്ട് ആയതും അവൾ നീട്ടി വിളിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം നോക്കിയില്ലെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിനാ? ഒരു രസം. ഞാൻ വിളിച്ചില്ലെങ്കിലേ നിങ്ങൾ എന്നെ മറന്ന് വേറെ വല്ലവരെയും പ്രേമിച്ചാലോ? അവൾ കുറുമ്പോടെ പറഞ്ഞു. അതിനവന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ അവനിലൊരു ചിരിയുണ്ടായിരുന്നു. അല്പനേരം രണ്ടുപേരും മൗനമായിരുന്നു. എന്നെ പറ്റി ഓർക്കുവാണോ? അല്ല.
അവന്റെ മറുപടി കേട്ട് അവൾ കാറ്റുപോയ ബലൂണ് പോലെയായി. ശവം, അവൾ മെല്ലെ പറഞ്ഞു. ഓ, ദേഷ്യത്തോടെ ആണെങ്കിലും ഒന്ന് വിളിച്ചല്ലോ, സമാധാനം. ഞാനിവിടെ അല്പം തിരക്കില്ല, നീ ഫോൺ വെച്ചിട്ട് പോയി. അവൻ കട്ടിൽ ഒന്നുകൂടി നിവർന്നിടുന്നുകൊണ്ട് പറഞ്ഞു. തിരക്കിലാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്ന എന്തിനാ? എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയല്ലേ? പിന്നെ നിന്റെ ശബ്ദം കേട്ടില്ല എനിക്ക് ഉറക്കമില്ലല്ലോ. ഞാൻ ആരാ വിളിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല. ഓ പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ കാണില്ലല്ലോ. നീ ഫോൺ വെച്ചിട്ട് പോവച്ചേ. ഞാൻ പോണു, ഞാനായിട്ട് തനിക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഇനി വിളിക്കില്ല, ബൈ. അവൾ ദേഷ്യത്തോടെ ഫോൺ വെച്ചു. പക്ഷെ അവൻ അറിയാമായിരുന്നു 1 മണിക്കൂർ തികയുന്നതിന് മുന്നേ അവളുടെ കോള് വീണ്ടും വരുമെന്ന്. മൂഡ് പോയി. മണിക്കുട്ടി ഫോൺ വെച്ച് ലൂസിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി. പലവിയുടെ കൂടെ നടന്ന് ലൂസിയും മണിക്കുട്ടിയും തമ്മിലുള്ള അടിപിടിയൊക്കെ അവസാനിച്ചിരുന്നു. യാദവ് ചെയറിൽ നിന്ന് എണീറ്റ് ബാൽക്കണി റെയിലിങ്ങിൽ കൈപ്പിടിച്ച് നിന്ന് താഴേക്ക് നോക്കി. മണിക്കുട്ടിയും പല്ലവിയും കളിച്ചിരിച്ചിരിക്കുന്നുണ്ട്. അവൻ വീടിന് ചുറ്റൊന്ന് കണ്ണോടിച്ചു, പിന്നെ അകത്തേക്ക് കയറിപ്പോയി. മീര പറഞ്ഞ വഴി അനുസരിച്ച് സിദ്ധാർത്ഥ നന്ദനത്തിന് മുമ്പിൽ ആ സമയം എത്തിയിരുന്നു. പല്ലവിയെയും മണിക്കുട്ടിയെയും കണ്ട് അവൻ അവരെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ആ വീട് മുഴുവനും നോക്കി. അപ്പൊ നീ ഇവിടെയാണ് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് താമസിക്കുന്നല്ലേ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെനിക്ക് ഒട്ടും ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നീ പഴയതുപോലെ ഒന്ന് ഉഷാറാവ്, എന്നിട്ട് വേണം നമ്മുടെ കല്യാണം നടത്താൻ. അവളെ തന്നെ കുറെ നേരം നോക്കിയിരുന്നു. മണിക്കുട്ടിയും പലവും വീടിനകത്തേക്ക് കയറിപ്പോയതും അവൻ വണ്ടിയിൽ കയറി തിരിച്ചുപോയി. ദിവസങ്ങൾ കടന്നുപോയി. പല്ലവിയുടെ നെറ്റിയിലെയും കയ്യിലെയും കാലിലെയും മുറിവുകൾ ഉണങ്ങിയിരുന്നു. കയ്യിലെ പ്ലാസ്റ്റർ മാത്രം അനക്കിയിട്ടില്ല. അവളാൽ കഴിയുന്ന ജോലികൾ അവളിപ്പോൾ ചെയ്യാറുണ്ട്. മുടി ഉണക്കി കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും യാദവ് തന്നെയാണ്. ദീപവും മേരിക്കുട്ടിയും വിവിയുടെയും ഷാരുവിൻ്റെയും കൂടെ മിക്ക ദിവസങ്ങളിലും നന്ദനത്തിൽ വരുമായിരുന്നു പല്ലവിയെ കാണാൻ. ഷാരുവിൻ്റെ ദിവസേനയുള്ള പ്രയത്നം മൂലം ദീപു അവനും തമ്മിൽ നല്ല കൂട്ടായി. സിദ്ധാർത്ഥു ആ വീടിനെ ചുറ്റിപ്പറ്റി തന്നെ നടന്നിരുന്നു. പക്ഷെ യാദവിനെ മാത്രം അവൻ നേരിൽ കണ്ടിരുന്നില്ല. യാദവ് മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലും മറ അവൾക്കിടയിൽ വന്നുകൊണ്ടിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുന്ന മീരക്കരിയിലേക്ക് യാദവ് വന്നു. അവനോടൊപ്പം ഷാരുവും ദീപവും ഉണ്ടായിരുന്നു. അവനെ കണ്ട് അവൾ വശ്യമായ ചിരിയോടെ നിന്നു. മീര, എൻ്റെ കൂടെ ഒന്ന് വരുമോ? അവൻ അവളെ നോക്കി ചോദിച്ചു. യാദേവ് ഷുവർ. യാദവ് ആദ്യമായി അവളെ കൂടെ വരാൻ വിളിച്ചതിന് സന്തോഷമായിരുന്നു അവൾക്ക്. സ്റ്റുഡൻസ് എല്ലാം പോയി കഴിഞ്ഞതും യാദവ് മീരയെ കൂട്ടി താഴേക്ക് പോയി. അവൻ സ്റ്റോർ റൂമിലേക്ക് കയറുന്നുണ്ടതും മീരയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാരു വിവി അവൾക്ക് പിന്നിലെ ഒരു ചിരിയോടെ നടക്കുന്നുണ്ട്. അവരുടെ ആ ചിരിയിൽ പോലും അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ റൂമിലേക്ക് കയറിയതും ഷാരു വിവിയും ഡോർ ക്ലോസ് ചെയ്തു. അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ വലിയൊരു പ്രഹരം അവളുടെ കവിളിൽ വന്നിടിച്ചു. അവൾ പിന്നിലേക്ക് വേച്ചു പോയി. കവിൾ പുകയുന്ന പോലെ നീറുന്നു, തല ചുറ്റുന്ന പോലെ. കണ്ണിലൂടെ കാണുന്ന കാഴ്ച പോലും മങ്ങിപ്പോകുന്നു. അവൾ കവിളിൽ കൈവച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുന്നേ അടുത്ത കവിളിൽ അടി വീണു. വേച്ചുപോയി അവളുടെ തല ഭിത്തിയിൽ ചെന്നിടിച്ചു. ചുണ്ടുപൊട്ടി ചോരച്ചു അവൾക്ക് വായിലെറിഞ്ഞു. അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ഭിത്തിയിൽ ചാരിന്ന് ഒരാശ്രയം കണ്ടെത്തിയപ്പോഴേക്കും മുടിക്കുത്തിൽ യാദവിന്റെ പിടി വീണു. അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. മീര ഭയന്ന് വിറച്ചിരുന്നു. യാദവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടു. മുഖത്തേക്ക് നോക്കടി! അവന്റെ അലർച്ച കേട്ട് അവൾ പേടിയോടെ അവനെ നോക്കി. എന്തിനു വേണ്ടിയാടി നീ എന്റെ പെണ്ണിനെ മുറിയിൽ പൂട്ടിയിട്ട്? അവൾക്ക് പേടിച്ചിട്ടൊന്നും പറയാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴും മുഖം മുഴുവൻ പുകഞ്ഞ് നീറും പോലെ. മോളെ! അവളുടെ മുടിയിലെ പിടി അവനൊന്നുകൂടെ മുറുക്കി. അത് ദേവ അവളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അവളോട് ദേഷ്യം തോന്നിയപ്പോ ചെയ്തു പോയതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെയുള്ള നിന്റെ ഈ നടത്തം അവസാനിപ്പിക്കണമെന്ന്. എന്നെ നിന്റെ പിന്നാലെ വരുത്താൻ എനിക്ക് മുമ്പിൽ നീ തുണി അരിഞ്ഞ അന്ന് ഞാൻ നിനക്കിട്ട് ഓങ്ങിയതാ. യാദവ് പറയുന്ന കേട്ട് വിവിയും ഷാരുവും ഞെട്ടി മുഖാമുഖം നോക്കി. പിന്നെ അവജ്ഞയോടെ മീരയെ നോക്കി. അന്ന് ഞാൻ പറഞ്ഞു നിന്റെ ശരീരം കണ്ട് പിന്നാലെ വരുന്നവരിൽ എന്നെ കൂട്ടേണ്ടെന്ന്. ഇത്രയും ഞാൻ വെറുക്കുന്ന ഒരു പെണ്ണ് വേറെ ഇല്ല. എന്നിട്ടും ഞാൻ നിന്നെ കൈവെക്കാതിരുന്ന് എന്റെ കൈ കൊണ്ട് അറിഞ്ഞൊന്ന് തന്നാ നീ താങ്ങില്ലാത്തതുകൊണ്ടാ. നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം. പക്ഷേ ഇപ്പൊ നീ ചെയ്ത് അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല മീര. എന്റെ പെണ്ണിനെയാ നീ ഉപദ്രവിക്കാൻ നോക്കിയത്. അവളെ ഒരു നോട്ടം കൊണ്ടെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചാ അവരെ ഞാൻ വെറുതെ വിടില്ല. ഒരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല. ഒരു ദയം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവളുടെ മുടിയിൽ പിടിച്ച് ഒന്നുകൂടി അവൻ മുറുക്കി. വേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു പെണ്ണിനെ കൈ നീട്ടി അടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അവളെ വേദനിപ്പിച്ചാ അതാണായാലും പെണ്ണായാലും ഞാൻ വെറുതെ വിടില്ല. ഇന്ന് തന്നെ വിളിക്കാനുള്ളവരൊക്കെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി നീ ഇവിടെ വേണ്ട. പല വീട് നിഴൽ വെട്ടത്തെങ്ങാനും നിന്നെ നീ കണ്ട കൊന്നു കളഞ്ഞ കേടോടി. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ പേടിയോടെ തലയാട്ടി. അവന്റെ മുഖത്ത് വന്യതയായിരുന്നു. കണ്ണുകളിൽ അവളെ ചുട്ടിരിക്കാൻ പാകത്തിനുള്ള അഗ്നിയായിരുന്നു.
അവൻ അവളിൽ നിന്ന് അകന്നു മാറി. കൈ നീട്ടി അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി പൊട്ടിച്ചു. നിലതെറ്റി അവൾ ഷെൽഫിലിടിച്ച് നിലത്തേക്ക് വീണു. ഷെൽഫിലിരുന്ന വസ്തുക്കളെല്ലാം മറിഞ്ഞ് അവളുടെ ദേഹത്തേക്ക് വീണു. കൈ കുടഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞെന്ന് ഷാരുവിനെ നോക്കി. അവളെ പെറുക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചേക്ക്. ആരെ വിളിക്കണമെന്ന് വെച്ചാൽ വിളിച്ചു വരുത്തിയേക്ക്. ഇനി അവളിവിടെ വേണ്ട. ഷാരുവും വിവി അവനെ നോക്കി തലയാട്ടി. അവൻ മുന്നോട്ട് നടന്നു. ഐഡിയയിൽ നിന്നിറങ്ങി ബുള്ളറ്റ് എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരാഴ്ചക്കിപ്പുറം പല്ലവിയുടെ കൈയുടെ പ്ലാസ്റ്റർ അഴിച്ചു. യാദവും പത്മിനിയും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത്രയും ദിവസം കൈ അനക്കാതെ വെച്ചതിന്റെ പ്രതികാരം മുഴുവൻ അവൾ ആ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ തുടങ്ങി. കൈ കൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ യാദവിന്റെ തുറിച്ചു നോട്ടം കാണും. അപ്പോൾ തന്നെ അവൾ അവിടുന്ന് മുങ്ങും. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കാൻ നേരം എല്ലാവരും ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി. പല്ലവിയും ഭക്ഷണം വിളമ്പി. കറികളും ഒഴിച്ച് അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. 1 മാസത്തോളം കണ്ണേട്ടനാണ് എല്ലാം വാരിത്തിരുന്നത്. ഇന്നോട്ട് തനിയെ കഴിക്കണം. തനിയെ കഴിക്കാൻ മടിയായിട്ടല്ല, ഇപ്പൊ ഇഷ്ടമില്ല. ആ കൈ കൊണ്ട് വാരിത്തിരുമ്പോൾ കഴിക്കുന്നതിനാണ് രുചി. അത് മതി എനിക്ക്. അവളുടെ മനസ്സ് അവളോട് തന്നെ വാശി പിടിച്ചു. ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ട് അവൾ പ്ലേറ്റിലേക്ക് കൈവച്ച് കൊത്തി കുറിച്ചുകൊണ്ടിരുന്നു. അവളൊരു പിടി വായിലേക്ക് വെച്ചു. ഇതെന്താ ഇങ്ങനെ? കറികൾക്ക് സ്വാദുണ്ടെങ്കിലും എനിക്കിതൊന്നും ഇഷ്ടാവുന്നില്ലല്ലോ. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. കൈ ഒടിഞ്ഞ് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അവൾ എല്ലാവരെയും നോക്കി. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ തലചരിച്ച് തൊട്ടടുത്തിരിക്കുന്ന യാദവിനെ നോക്കി. അവൻ കഴിക്കാതെ അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവളുടെ ഇരിപ്പ് കണ്ട് അവന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ ചുണ്ടു വിളർത്തി അവനെ ദയനീയമായി നോക്കി 2 തവണ കണ്ണു ചിമ്മി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് അവളുടെ പ്ലേറ്റ് എടുത്ത് അതിലെ ചോറും സ്വന്തം പ്ലേറ്റിലേക്ക് ഇട്ടു. എല്ലാവരും അവന്റെ പ്രവൃത്തി കണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷം മാത്രം മതിയായിരുന്നു ചുറ്റും ഇരിക്കുന്നവർക്ക് സന്തോഷിക്കാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് ആരും കൈകടത്താൻ ചെന്നില്ല. സന്തോഷത്തോടെ അവർ വീണ്ടും കഴിക്കാൻ തുടങ്ങി. യാദവ് അവൾക്ക് ചോറ് വാരിക്കൊടുത്തു. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു. ഹോ, ഇപ്പം എന്ത് രുചിയാ! ഇതന്നല്ലേ ഞാൻ നേരത്തെ കഴിച്ച്. അല്ലെങ്കിൽ നമ്മൾ സ്വയം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയായിരിക്കില്ല അതേ കറികൾ ഒഴിച്ച് അച്ഛനും അമ്മയും വാരിത്തരുമ്പോൾ കിട്ടുന്നത്. അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഇവിടെ എനിക്ക് കണ്ണേട്ടിന് അതുപോലെ തന്നെയാണ്. ഇന്നെൻ്റെ അച്ഛനും അമ്മയും ജീവനും ജീവിതവും എല്ലാം ഈ ഒരാളിൽ തന്നെയാണ്, എൻ്റെ കണ്ണേട്ടൻ. ചുറ്റിനും ഇരിക്കുന്നവരെ കുറിച്ച് അപ്പോൾ പല്ലവി ചിന്തിച്ചില്ല. അവരെന്ത് വിചാരിക്കുമെന്നൊന്നും അവൾ ചിന്തിച്ചില്ല. അല്ലെങ്കിലും യാദവ് അടുത്തുള്ളപ്പോൾ അവൾ കണ്ണേട്ടൻ്റെ മാത്രം പവിക്കുട്ടനാണ്, അവൻ്റെ മാത്രം കുഞ്ഞനാണ്. നിനക്ക് കുശുമ്പോന്നുണ്ടോടി? ഉണ്ണി പതിയെ മണിക്കുട്ടിയോട് ചോദിച്ചു. ഇല്ലല്ലോ, കണ്ണേട്ടൻ ആദ്യം എനിക്ക് വാരി തന്നിരുന്നു. പിന്നെ ആ 2 പേരെ എനിക്ക് ഒത്തിരി ഇഷ്ടം. അവർ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് കുശുമ്പൂത്താൻ പറ്റത്തില്ല. ഉണ്ണി ഇടം കൈകൊണ്ട് മണിക്കുട്ടിയുടെ തലയിൽ തഴുകി. പിന്നെ ഒരു ഉരുള ചോറ് അവൾക്ക് വാരി കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം പല്ലവി ഇന്നാണ് ഐഡിയയിലേക്ക് പോകുന്നത്. യാദവിനോടൊപ്പം അവിടെ എത്തി. അവർ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ദീപവും ഷാരുവും വിവിയും മേരിക്കുട്ടി ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. പല്ലവിയും യാദവും അവർക്കരികിലിരുന്നു. പവിക്കുട്ടി! ദിവസങ്ങൾക്ക് ശേഷം പവി വന്നതിന്റെ സന്തോഷം കൊണ്ട് ദീപവും മേരിക്കുട്ടി അവളെ കെട്ടിപ്പിടിച്ച് അവർക്ക് നടുക്കിയിരുത്തി. സന്തോഷ പ്രകടനവും കളിച്ചിരിയുമായി ഇരിക്കുമ്പോഴാണ് ശ്വേതയും ബാക്കിയുള്ളവരും ക്യാൻറ്റീനിലേക്ക് വന്നു. മീര പോയതിൽ പിന്നെ ശ്വേതയുടെയും മറ്റും പത്തി താഴ്ന്നിരുന്നു. മീരയ്ക്ക് എന്ത് പറ്റി? അവിടെ കൂടെ കാണുന്നില്ലല്ലോ. പല്ലവി ദീപുവിനോട് ചോദിക്കുന്നിട്ട് ഷാരു വിവി യാദവിനെ നോക്കി. അവനൊന്നും അറിയാത്ത പോലെ താടി ഒതുക്കിയിരിക്കുന്നുണ്ട്. വിവി അവനെ നോക്കി പുച്ഛിച്ചു. അതുകൊണ്ട് യാദവ് അവനൊരു കണ്ണടച്ച് കാണിച്ച് ഇല്ലാത്ത നാണഭിനയിച്ച് കാണിച്ചു. ഓ, അതോ ആ പെണ്ണുമ്പിള്ള ബാത്റൂമിൽ തന്നെ വീണു. കാലൊടിഞ്ഞാറയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ എല്ലാം പെറുക്കിയെടുത്ത് പോയി. പോയോ? എങ്ങോട്ട്? ആവോ, അതൊന്നും അറിയില്ല. എവിടുത്തെ പഠിത്തം നിർത്തിയെന്നാ കേട്ട്. അത് കേട്ട് പല്ലവിയുടെ കണ്ണ് വിടർന്നു. അവളൊരു കള്ളച്ചിരിയോട് മേരിക്കുട്ടിയെയും ദീപുവിനെയും നോക്കി. ഉവടി, നിനക്കിപ്പോൾ ഇവിടെ കിടന്ന് ഡപ്പാങ്കുത്തണെന്നാ തോന്നുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, പ്രധാന ശത്രുവല്ലേ പോയി കിട്ടിയത്. മേരിക്കുട്ടി യാദവും മറ്റും കേൾക്കാതെ പല്ലവിയോട് പറഞ്ഞു. സത്യം, ഇപ്പം എന്തൊരു ആശ്വാസം. ഇനി എന്നെ കണ്ണേട്ടിനെ നോക്കാൻ ആരും വരില്ലല്ലോ. അതുമോടെ വെറും തോന്നലാഹേ. മീര പോയതിൽ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. യു നോ വൺ തിങ്, നിന്റെ കണ്ണേട്ടിന് ഇവിടെയുള്ള പെൺപിള്ളേരുടെ ചാമിങ് ഐഡലാണ്. മേരി പറയുന്ന കേട്ട് പല്ലവി മുഖം വീർപ്പിച്ച് യാദവിനെ നോക്കി. അവന് വിവിയോടും ഷാരുവിനോടും സംസാരിച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു. അത് കണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ശരിയാ, ഇങ്ങനെ കാണാൻ ഒടുക്കത്ത് ഗ്ലാമറായി പോയി. എന്തിനാ കണ്ണ ഇങ്ങനെ ആക്കിയത്? വല്ല കോക്കാച്ചിമോറ് കൊടുത്താൽ പോരായിരുന്നു. ഞാൻ നോക്കില്ലായിരുന്നു. പല്ലവി മനസ്സിലാലോചിച്ച് നെടുവീർപ്പെട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.